ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് കാലം കൊണ്ട് വിചാരിക്കുന്ന എല്ലാവരായിട്ട് എവിടെയെങ്കിലും പോകണമെന്ന്. അങ്ങനെ ഇന്ന് ലുലു പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ബൈപ്പാസ് വഴി കുറേ ദൂരം പോയി ടോളും കട്ട് ചെയ്ത് തിരിച്ച് ബൈപ്പാസ് കയറിയപ്പോഴേക്കും അവിടെ മുടിഞ്ഞ തിരക്ക്. അങ്ങനെ അവസാനം ലുലുവിലെത്തി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റായിട്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പോയത്. നമ്മൾ വണ്ടി വെളിയിലാണ് മെയിൻ എൻട്രൻസ് വഴി കയറേണ്ട കാര്യമുണ്ട്. ധീരജ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നയിച്ചത് കൊണ്ട് നമ്മൾ പാർക്കിങ്ങിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് മുകളിൽ കയറി. എന്തിനാണെന്നുണ്ടോ ഒരു ആവശ്യം. ഏതായാലും സമയം പോകാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സമയം പോട്ടെ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് വയറി നടന്നിട്ട് അങ്ങനെ അവസാനം ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയി. വെള്ളദാഹമാണ് മെയിൻ വിഷയം. അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം. വീട്ടിൽ നിന്നിപ്പോൾ വെള്ളം എടുത്തില്ല. ലുലു കാർഡുള്ള ആളാണ് ഗൈസ്. ലുലുവിൽ സ്വന്തമായിട്ട് കാർഡ്, സ്വന്തമായിട്ട് കടയൊക്കെ ഉള്ള ആളാണ്. ലുലുവിൽ അടുത്ത മുതലാളി. ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ വന്ന് എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനുള്ളതുകൊണ്ട് വെള്ളം കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ അടുത്തെത്തി. ഇത് പ്രൈം വാങ്ങിച്ചാലാ വേണ്ട. ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് കൗണ്ടറിൽ നിന്ന് അപ്പോഴേക്കും കൗണ്ടറിൻ്റെ അടുത്ത് കുറേ മിഠായിരിക്കുന്നു. അവിടെ നിന്ന് ഒരു മിഠായി ചേട്ടൻ എടുത്ത് തന്നു. പിന്നെ കിട്ടിയതല്ലേ വച്ചിരിക്കാന്ന് വിചാരിച്ചു. നല്ല വണ്ടി, ഇതുപോലെ ഒരു വണ്ടി ഇട്ടിരുന്നെങ്കിൽ അതിലിരുന്ന് ഉരുണ്ട് പോയായിരുന്നു. കാല് കഴിച്ചു തുടങ്ങി. എൻ്റെ കാർ വാങ്ങിച്ചിരുന്നു വെച്ചപ്പോൾ എൻ്റെ പ്രായത്തിന് വെച്ച് കളിയാക്കി ഗൈസ്. ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ സമയത്ത് ഞാൻ സ്നാക്സൊക്കെ നോക്കിയിട്ട് അങ്ങനെ വന്നപ്പോഴേക്കും ചേട്ടൻ ചേച്ചി കൂടെ എൻ്റെ അടുത്ത് മുങ്ങിക്കളഞ്ഞു ഗൈസ്. എന്നിട്ട് ഞാൻ ഹുബൂസ് അങ്ങനെ അടുത്ത് അവരെ പൊക്കി. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ്. എല്ലാവരും സ്റ്റെപ്പ് വഴി ഇറങ്ങി. നമ്മളെന്തായാലും എസ്കലേറ്റർ വഴി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.